ഇത് നമ്മളെ റൈസ് ബായ് ആണ്, തലശ്ശേരി. അപ്പോൾ റൈസ് ബായിയുടെ അനിയൻ നൗഫലിന്റെ കുടിയിരിക്കലാണ് ആ വീട്ടുകൂടൽ എന്ന് പറയും അവരുടെ നാട്ടിൽ. അപ്പോൾ വീട്ടുകൂടലിന് അവർ നമ്മളെ പിന്നെ അറഫയിലെ സ്റ്റാഫിന്, ഞങ്ങളുടെ സ്റ്റാഫിന് എല്ലാവർക്കും പാടെ ഒരു സ്വീകരണം തരാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നേരിൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മളെ റൈസ് ബായി ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അംസാക്കയും ഷിയാബും കൂടെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് റൈസ് ബായി കുറേ ജ്യൂസ് ഒരു കിറ്റിലാക്കി കൊടുന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേബിളിൽ സുഫ്ര വിരിച്ച് റെഡിയായി കഴിഞ്ഞു. ആ ടേബിളിലോട്ട് നമ്മുടെ ഷിയാബ് ഒട്ടകത്തിൻ്റെ മന്തിയാണ് ചെയ്യുന്നത് കേട്ടോ. ഒട്ടകത്തിൻ്റെ മന്തിയാണ്. അങ്ങനെ ഓരോരുത്തരായി വന്നു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത ടേബിളിൽ നമ്മളെ ചിക്കൻ ടിക്കയും മന്തി റൈസുമാണ്. ചിക്കൻ ടിക്ക, മന്തി റൈസ്, സാധനം ഒരുപാടുണ്ട്. ഇനി 2 പാക്കറ്റ് പൊട്ടിക്കാണ്ട്. അതിന് കുറച്ച് പേരും കൂടെ വരാണ്ട്. അവർ വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഒരാൾക്ക് അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. അവൻ കാട്ടുന്ന പണിയുണ്ടോ? സാധനം ഇനിയും ഒരുപാടുണ്ട്. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്താണ് കോഴി ഇങ്ങനെ പാറുകയാണ്. ഗ്ലാസ് എന്നാലും കമ്പനിക്ക് ഇരിക്കണം. ബാബാ ഇവിടെ വാ. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി നിരത്തി കഴിഞ്ഞു. അവരെല്ലാം ഭക്ഷണം കഴിച്ച് തുടങ്ങി. ഒരാളും കൂടെ വരാണ്ട്. അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ അധിക നേരം വെയിറ്റ് ചെയ്താൽ യുവന്മാർ ഇതെല്ലാം കാലിയാക്കും. ഇതാണ് ഒട്ടകം അല്ലേ? ഒട്ടകം നോക്കട്ടെ. ഇത് സൗദിയിൽ വന്നിട്ട് എത്ര കൊല്ലായി? 16 കൊല്ലായിട്ട് ഇപ്പോഴാണ് ഒട്ടകം കഴിക്കണേ.